ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങളിൽ ആവശ്യമില്ലാത്ത ഭയം നിങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് ഭാവിയെപ്പറ്റി വളരെയധികം ഉത്കണ്ഠപ്പെടുന്ന ചില വ്യക്തികളുടെ ഒരു എനർജി വന്നിട്ടുണ്ട്. രാത്രിയിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ അലട്ടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ചില കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് അമിതമായിട്ട് നിങ്ങൾ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാവാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ചില പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നേരിടുന്ന പ്രശ്നമാവാം. അത്തരത്തിൽ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. അത്തരം എനർജിയുള്ള ചില വ്യക്തികളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള ഭയം, ഉത്കണ്ഠ, അതായത് ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ അതോർത്ത് നിങ്ങൾ ഉത്കണ്ഠപ്പെടുന്നതാവാം. അല്ലെങ്കിൽ മക്കളുടെ പഠനം, അവരുടെ ഭാവി എന്നിവയെപ്പറ്റിയൊക്കെ ഉത്കണ്ഠപ്പെടുന്നതാവാം. ചിലപ്പോൾ ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാകാം നിങ്ങൾ. അപ്പോൾ അത് എങ്ങനെ എന്നുള്ള ചിന്തയാകാം. അതുമല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുള്ള മോശമായ ചിന്തയാകാം. ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഉത്കണ്ഠകൾ ഇതെല്ലാം നിങ്ങളെ ഇപ്പോൾ അലട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ സമയം നിങ്ങളുടെ ഭയങ്ങൾ മാറ്റിവെച്ച് വിശ്വാസത്തോടെ മുന്നേറുക എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ വിശ്വസിച്ച് സ്വയം നിങ്ങളെ തന്നെ വിശ്വസിച്ച് മുന്നേറുന്നു എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് വളരെയധികം അവസരങ്ങൾ വന്നെത്തുന്ന ഒരു സമയമാണ് ഇത്. പിന്നെ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ആഘോഷിക്കാൻ തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ആഘോഷങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സന്തോഷ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ വിവാഹമാകാം, ഒരു ജോബ് ഓഫറാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ എന്തെങ്കിലും സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാവാം. അത്തരത്തിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ എന്തെങ്കിലും സന്തോഷം വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു സെലിബ്രേഷനിൽ നിങ്ങൾ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് സന്തോഷമുള്ള ചില കാര്യങ്ങൾ അനൗൺസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ചിലപ്പോൾ പ്രഗ്നൻസി ആവാം, അല്ലെങ്കിൽ വിവാഹമാകാം, അല്ലെങ്കിൽ പുതിയൊരു വീട് വയ്ക്കുന്നതോ ഒരു വാഹനം വാങ്ങുന്നതോ ഒക്കെ ആകാം. എന്തായാലും ഈ ഒരു സമയം നിങ്ങൾ എന്തെങ്കിലും ഒരു ഫങ്ഷനിൽ പങ്കെടുക്കാനുള്ളൊരു അവസരമുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഔട്ടിങ്ങിനൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ 7 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്.
ശരിക്കും നിങ്ങൾക്ക് മുന്നിൽ ഒന്നിലധികം ചോയ്സ് ഉണ്ടെങ്കിൽ അതിലേത് തിരഞ്ഞെടുക്കണമെന്ന് വീണ്ടും വീണ്ടും ആലോചിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ്. അത് ചിലപ്പോൾ ഒരു ജോലിയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവാം. അതായത് ഇത് വേണോ ഇത് വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അതുപോലെ ഇതിൽ റിലേഷൻഷിപ്പിലൊക്കെ അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയുമുണ്ട്. ചിലപ്പോൾ അതിൽ നിന്ന് മാറണമെന്ന് നന്നായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം, പക്ഷേ നിങ്ങൾക്കത് പറ്റുന്നില്ല. അപ്പോൾ അതിനൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു സമയം നിങ്ങളിൽ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ ആയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തത വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇതിലേത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു വ്യക്തമായ തീരുമാനം നിങ്ങൾക്കെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ ഇവിടെ ഒരു ഡ്രീം കാർഡ് വന്നിട്ടുണ്ട്. അതായത് ഇതൊരു ഫുൾ കാർഡാണ്. ഒരു പുതിയ തുടക്കമാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് എന്തും വരട്ടെ എന്ന് ചിന്തിച്ച് നിങ്ങൾ പുതിയതായിട്ട് എന്തോ കാര്യം തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾക്കുള്ള കൺഫ്യൂഷനൊക്കെ മാറ്റി നിങ്ങളുടേതായ ഒരു എനർജിയിലേക്ക് എത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിൽ ഒരു കോൺഫിഡൻസ് വരുന്നു എന്നാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾ പലതിലും വിശ്വസിക്കുന്നുണ്ട്. ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇത് മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു സമയം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ളതാണ്. നിങ്ങളത് സ്വയം വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ റിന്യൂവലാണ് വന്നിട്ടുള്ളത്. ശരിക്കും ഈ ഒരു സമയം നിങ്ങൾ ഫൊർഗീവ്നെസ് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളോ അല്ലെങ്കിൽ വേദനിപ്പിച്ച വ്യക്തികളുടെ ഒരു ഓർമ്മകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളോട് തെറ്റ് ചെയ്ത ആളുകളോട്, നിങ്ങളെ ഉപദ്രവിച്ച ആളുകളോട് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം മാപ്പ് കൊടുക്കുമ്പോൾ ആ ഒരു വ്യക്തി നമ്മുടെ കർമ്മയിൽ നിന്നും കട്ടായി പോകും എന്നുള്ളതാണ്. ഇപ്പോൾ അവർ നമ്മളോട് തെറ്റ് ചെയ്തല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരുന്നാൽ വീണ്ടും അവരുമായിട്ട് കണക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അവരോട് ഒരു മാപ്പ് കൊടുത്തിട്ടില്ല എങ്കിൽ, അവരോട് ക്ഷമിച്ചിട്ടില്ല എങ്കിൽ വീണ്ടും അടുത്ത ജന്മത്തിലും ഈ വ്യക്തികൾ വീണ്ടും നമ്മുടെ ലൈഫിൽ വരും. അപ്പോൾ പൂർണ്ണമായും അവരോട് ക്ഷമിച്ച് അവരെ ഫ്രീ ആക്കി വിടുക എന്നുള്ളതാണ്. ഈ വ്യക്തിയും ഞാനുമായിട്ടും ഇനി വരുന്ന ഒരു ജന്മങ്ങളിലും ഒരു ബന്ധവും വേണ്ട, അവരോട് എനിക്ക് ഒരു ദേഷ്യമോ പിണക്കമോ ഒന്നും തന്നെ ഇല്ല എന്ന് നിങ്ങൾ പറയുക. പറയുന്നത് മാത്രമല്ല, അങ്ങനെ നിങ്ങൾക്കൊരു ദേഷ്യമോ പിണക്കമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങളെ വേദനിപ്പിച്ചവരെ നിങ്ങൾ മനസ്സിൽ നിന്ന് വിട്ടേക്കുക. അവർ നിങ്ങളോട് ചെയ്തൊരു കാര്യത്തിൽ നിന്ന് പലതും മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ സമയം വേണമെന്നുള്ളതാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾ വേറൊരു ഡയറക്ഷനിലേക്ക് ചിന്തിക്കണമെന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിരുന്ന കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പുതിയൊരു ഡയറക്ഷനിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. എന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലൊരു ക്ലാരിറ്റി വരികയുള്ളൂ എന്നാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ വ്യക്തി എന്നെ പറ്റിച്ചത്, അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ചിട്ട് തിരിച്ച് ചതിച്ചത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ കൂടെ നിന്നിട്ട് പലരും ചതിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളെ. ചിലപ്പോൾ ബിസിനസ്സിൽ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം. അങ്ങനെ എന്തു തന്നെ ആയാലും നമ്മളെ അവർ ചതിച്ചുവെങ്കിൽ നമ്മളത് അനുവദിച്ചു കൊടുത്തത് കൊണ്ട് മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ശരിക്കും നമ്മൾ അനുവദിക്കാതെ ഒരാളും നമ്മളുടെ ജീവിതത്തിൽ വന്ന് നമ്മളെ പറ്റിച്ചിട്ട് പോവില്ല. നമ്മൾ എപ്പോഴും വിചാരിക്കും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവർ വന്ന് എന്നെ പറ്റിച്ചിട്ട് പോയി എന്നൊക്കെ. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ സ്നേഹം മുഴുവൻ ആ ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം.
അപ്പോൾ പെട്ടെന്ന് ആ വ്യക്തിയിൽ നിന്ന് ഒരു മോശം പെരുമാറ്റം വന്നതിനാൽ തന്നെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ സ്നേഹമാണെങ്കിലും മറ്റെന്താണെങ്കിലും ആർക്കും നൽകാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും ഒരു സമയത്ത് ഇവർ വിട്ടിട്ട് പോകുമ്പോൾ നമ്മൾ കൊടുത്ത മുഴുവൻ സ്നേഹവും കൊണ്ടായിരിക്കാം അവർ പോകുന്നത്. പിന്നെ നമ്മളിലൊന്നും തന്നെ കാണില്ല. നമ്മളിൽ ബാക്കി ഉണ്ടാകുന്നത് ദുഃഖമായിരിക്കും. അവർ നൽകിയിട്ട് പോകുന്ന വിഷമമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്നുമൊക്കെ ഏതെങ്കിലും നല്ല പാഠങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുക. അവരോട് പൂർണ്ണമായിട്ടും ഈ ഒരു സമയം നിങ്ങൾ മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അതായത് നെഗറ്റീവിനെ ഫോക്കസ് ചെയ്യുന്ന ആളുകളുടെ ഒരു എനർജിയാണ്. അതായത് പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായിരുന്ന വേദനകൾ വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന ആൾക്കാർ, അത് ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയുക എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നമ്മളെ വീണ്ടും വീണ്ടും വേദനയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. ഒരു പ്രതീക്ഷയും ചിലപ്പോൾ തരില്ല. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കേണ്ടതാണ് എന്നുള്ളതാണ്. എന്തെന്നാൽ എനിക്ക് വേദന തരുന്ന ഒരു കാര്യവും എൻ്റെ ലൈഫിൽ ഇനി വേണ്ട എന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ചില ആളുകൾ, അതായത് ആഗ്രഹിക്കുന്ന പോലെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ലല്ലോ എന്നോർത്ത് ടെൻഷൻ അടിക്കുന്ന കുറച്ച് ആളുകളുടെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതായത് ഞാൻ ആ ചെയ്തത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും തെറ്റുപറ്റും. നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ചിലപ്പോൾ ക്ഷമിച്ചു കൊടുക്കും. അതായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ തെറ്റുകൾ അവർക്കൊരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് ചിലപ്പോൾ പറയും. പക്ഷേ നമ്മൾ ചെയ്തത് എപ്പോഴും ഓർത്ത് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും സ്വയം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മളോട് നമ്മൾ പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാം ശരിയാകും, ചില അബദ്ധങ്ങൾ ആർക്കും പറ്റുമെന്ന് നമ്മൾ സ്വയം പറയുക. മറ്റുള്ളവരോടും നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക, ഒപ്പം നമ്മൾ നമ്മളോടും ക്ഷമിക്കുക. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയ ഒരു വിഷമത്തിലാണെന്നുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഭാവിയിൽ നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നേറുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. ചില വ്യക്തികൾ നിങ്ങൾക്കൊരു സർപ്രൈസ് നൽകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അവർ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് നൽകുന്നതാവാം. അത്തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നവരിൽ നിന്നും ചില സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.